Hello, welcome to my channel. +2 ബിസിനസ് സ്റ്റഡീസാണ് ഞാൻ കവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇതിൽ നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ വരുന്ന ടോപ്പിക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൽ വരുന്നത് മാനേജ്മെൻറ്റ് എന്നാണ്, അതിൻ്റെ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ആസ് സയൻസ്, ആർട്ട്, പ്രൊഫഷൻ. ഇതിൽ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, ഇതൊക്കെയാണ്. പിന്നെ കോർഡിനേഷനും. ഇതാണ് നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ വരുന്ന ടോപ്പിക്സ്. നമുക്ക് ഇതിൽ ഓരോ പോയിൻറ്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് എന്താ മാനേജ്മെൻറ്റ് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് നെസസറി ഫോർ ഓൾ ദി ഓർഗനൈസേഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ്, നേച്ചർ ആൻഡ് ഫങ്ഷൻസ്. മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാ ഓർഗനൈസേഷനും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സൈസോ നേച്ചറോ ഫങ്ഷൻസോ എന്നുള്ള ഒരു വ്യത്യാസം ഇല്ലാതെ എന്താണ്, മാനേജ്മെൻറ്റ് എല്ലാ ഓർഗനൈസേഷനും ആവശ്യമുള്ളതാണ്. ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് നീഡ്സ് ടു മാനേജ് ഇറ്റ്സ് ഫങ്ഷൻ. അതേപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനായാലും നോൺ ബിസിനസ് ഓർഗനൈസേഷനായാലും അവിടെ ഫങ്ഷൻസ് മാനേജ് ചെയ്യാൻ എന്താണ്, മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അതേപോലെ നോ ഓർഗനൈസേഷൻ ക്യാൻ വർക്ക് സ്മൂത്ത്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും സ്മൂത്തായിട്ടോ എഫിഷ്യൻ്റായിട്ടോ വർക്ക് ചെയ്യാൻ കഴിയില്ല. So that success of an organization largely depends upon the efficiency of the management. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഫോസിസ് ഒരു IT കമ്പനിയാണ്. അപ്പോൾ ഈ IT കമ്പനിയുടെ മാനേജറിയൽ ലീഡർ ആരാണ്, നാരായണമൂർത്തി ആൻഡ് ടീം. അപ്പോൾ ഇവരുടെ മാനേജറിയൽ എഫിഷ്യൻസി വെച്ചിട്ടാണ് ഈ IT കമ്പനി ഇത്രത്തോളം സക്സസ്സിലെത്തിയിട്ടുണ്ട്. സോ മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഈ മാനേജ്മെൻറ്റ് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷനാണ് പാർക്കർ ഫൊല്ലറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ആർട്ടാണ്, അതായത് മറ്റൊരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ മാനേജ്മെൻറ്റ്. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നാണ് ഇതിൽ പറയുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷനാണ് പാർക്കർ ഫൊല്ലറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പാർക്കർ ഫൊല്ലറ്റിൻ്റെ ഡെഫിനേഷനാണ് നോക്കിയത്. ഇനി ഒരു മാനേജ്മെൻറ്റിൻ്റെ മീനിങ് സിമ്പിളായിട്ട് നമുക്ക് എക്സാമിനൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു മീനിങ്. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ആക്ടിവിറ്റീസ് ഓഫ് ആൻഡ് യൂസിങ് ദ റിസോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഫോർ അക്കംപ്ലിഷിംഗ് ദ ഓർഗനൈസേഷണൽ ഗോൾ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ഇൻ എൻ എവർ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സാണ്. അതായത് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഒരു ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഈ ഒരു പ്രോസസ്സാണ് ഈ മാനേജ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണിത്? ഫോർ അറ്റൈനിങ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ ഗോൾ, ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ബെറ്ററായിട്ട് എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ടും ബെറ്ററായിട്ടും ഓർഗനൈസേഷൻ്റെ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ് ആൻഡ് കൺട്രോളിങ് ഇൻ ആൻ എവർ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. ഈ മാറുന്ന എൻവയോൺമെൻറ്റിൽ എന്ത് ചെയ്യുക, ഓരോ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതാണ് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് planning, organizing, directing and controlling activities of and using the resource of an organization for accomplishing the organizational goals efficiently and effectively in an ever-changing environment. ഇനി എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിലെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് നോക്കാം. അത് ദ ടു ടേംസ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ആർ ഡിഫറെൻറ്റ് ബട്ട് ദേ ആർ ഇൻ്റർ റിലേറ്റഡ്. അതായത് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും മാനേജ്മെൻറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്, പക്ഷേ അതൊരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ആർ ടു സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ. ഒരു കോയിൻ്റെ രണ്ട് സൈഡിൽ നിന്നാണ് ഈ എഫക്റ്റീവ്നെസ്സിനെയും എഫിഷ്യൻസിനെയും പറയുന്നത്. Effectiveness means accomplishment of goals in allotted time, whereas efficiency means accomplishment of goals at minimum possible cost through optimum utilization of resource. ഇവിടെ effectiveness എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അലോട്ടഡ് ടൈം പീരീഡിൽ എന്ത് ചെയ്യുക, ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ്. ബെറ്ററായിട്ട് ഗോൾ അച്ചീവ് ചെയ്യുക. ഇനി എഫിഷ്യൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം കോസ്റ്റ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ബെസ്റ്റായിട്ട് റിസോഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് മിനിമം കോസ്റ്റിൽ ബെസ്റ്റ് റിസോഴ്സ് യൂസ് ചെയ്തിട്ട് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതിന് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾ ആ ടൈം പീരീഡിൽ എന്ത് ചെയ്യുക, അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മാനേജർ എഫക്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ അദ്ദേഹം എന്താണ്, ഗോള് ആ ഒരു ടൈം പീരീഡിൽ
അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എഫക്റ്റീവ്, ആ മാനേജർ എഫക്റ്റീവ് എന്ന് പറയാം. ഇനി അദ്ദേഹം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് യൂസ് ചെയ്തിട്ട് ലെസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യണം, ആ ടാസ്ക് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാനേജറെ എഫിഷ്യൻ്റ് ആണെന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും മാനേജ്മെൻറ്റിൽ മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് പഠിക്കാനുണ്ട്. ഡിഫറൻസ് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ടൈമിങ്ങിൽ എന്ത് ചെയ്യുക, ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. അപ്പോൾ അച്ചീവിങ് ടാർഗറ്റ് ഓൺ ടൈമിങ്ങിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ഇനി എഫിഷ്യൻസി എന്ന് വെച്ചാൽ ടാർഗറ്റ്സ് ആർ അച്ചീവ് വിത്ത് മിനിമം റിസോഴ്സ് ആൻഡ് കോസ്റ്റ്. മിനിമം റിസോഴ്സും കോസ്റ്റും യൂസ് ചെയ്തിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇത് ഫോക്കസ് ചെയ്യുന്നത്, എഫക്റ്റീവ്നെസ് ഫോക്കസ് ചെയ്യുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, കംപ്ലീഷൻ ഓഫ് വർക്ക്. എഫിഷ്യൻസി ആണെങ്കിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, മിനിമം റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസി ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇത് എഫക്റ്റീവ്നെസ്സിൻ്റെ പേർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എൻഡ് റിസൾട്ട്. എഫക്റ്റീവ്നെസ് ബോദർ ചെയ്യുക എന്താണ്, എൻഡ് റിസൾട്ടിന് ഔട്ട്കം ആയിരിക്കും ബോദർ ചെയ്യുക. എഫിഷ്യൻസി ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് കട്ടിങ് ഡൗൺ ദി കോസ്റ്റ് കട്ട് ചെയ്തിട്ട് കോസ്റ്റ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഈ എഫിഷ്യൻസിയുടെ പർപ്പസ്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ഫീച്ചർ, മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണെന്ന്. മാനേജ്മെൻറ്റ് ഓൾവേസ് ട്രൈസ് ടു അറ്റൈൻ ദ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് അച്ചീവ്സ് ദീസ് ഒബ്ജക്റ്റീവ്സ് ത്രൂ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതായത് മാനേജ്മെൻറ്റ് എന്താണ്, എപ്പോഴും ഗോൾ അച്ചീവ് ചെയ്യാനേ നോക്കുള്ളൂ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് ട്രൈ ചെയ്യും. സോ ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് വെച്ചാൽ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യുക. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഈസ് പെർവസീവ്. അതായത് മാനേജ്മെൻറ്റ് എന്താണ്, കോമൺ ആയിട്ടൊരു കാര്യമാണെന്ന്. മാനേജ്മെൻറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ. അതായത് വേൾഡ് വൈഡിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഈസ് നെസസറി ഫോർ ഓൾ ദി ഓർഗനൈസേഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ്, നേച്ചർ ആൻഡ് ഫങ്ഷൻസ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ബിസിനസ്, ഫാമിലി, പൊളിറ്റിക്സ് എക്സെട്ര. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ സൈസോ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റിയോ, ഒരു ഓർഗനൈസേഷൻ്റെ നേച്ചർ, ടൈപ്പോ അല്ലെങ്കിൽ അതിൻ്റെ വർക്കോ അനുസരിച്ചല്ല എല്ലാ ഓർഗനൈസേഷനും എന്താണ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ഈ മാനേജ്മെൻറ്റ് ബിസിനസ്സിലായാലും ഫാമിലിയിലായാലും പൊളിറ്റിക്സിലായാലും അപ്ലിക്കബിളുമാണ്. മാനേജ്മെൻറ്റ് എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് പെർവസീവ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് റെഗുലർ ആയിട്ടുള്ള റിപ്പീറ്റഡ് പ്രോസസ്സാണ് എന്ത്, മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ നെവർ എൻഡിങ് പ്രോസസ്സ്. അതായത് ഒരു നെവർ എൻഡഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്ത്, മാനേജ്മെൻറ്റ്. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആർ പെർഫോംഡ് ബൈ ഓൾ മാനേജേഴ്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് എന്ത്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ എല്ലാ ഫങ്ഷൻസും എന്താണ്, ഒരു കണ്ടിന്യൂസ് ബേസിസിലാണ് മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് പേഴ്സൺസ് ഹു വർക്ക് ആസ് എ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പായിട്ടാണ് മാനേജ്മെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് പേഴ്സൺ ഹു വർക്ക് ആസ് എ ഗ്രൂപ്പ്. ദ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് കനോട്ട് ബി പെർഫോംഡ് ഇൻ ഐസൊലേഷൻ. അതായത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതായത് പ്ലാനിങ് മാത്രം ചെയ്തിട്ടോ ഓർഗനൈസിങ് മാത്രം ചെയ്തിട്ടോ കാര്യമില്ല. മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്തായിരിക്കണം, കംപ്ലീറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യണം. ഈച്ച് ഇൻഡിവിജ്വൽ പെർഫോം ഹിസ് റോൾ അറ്റ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദെയർ എഫേർട്സ് ആർ ഡയറക്റ്റഡ് ടുവാർഡ്സ് എ കോമൺ ഗോൾ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അവരുടെ ഇതായിട്ടുള്ള റോള് പെർഫോം ചെയ്യും. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ റോള് പെർഫോം ചെയ്തിട്ട് അതിൻ്റെ എഫേർട്ട് തന്നെയാണ് കോമൺ ഗോളായിട്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എന്ത്, മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഹാസ് ടു മേക്ക് ചേഞ്ച് ഇൻ ഗോൾ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ടു ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ നേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച്, എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് മാനേജ്മെൻറ്റിൻ്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, അതർ ആക്ടിവിറ്റീസ് ഒക്കെ എന്തായിരിക്കും എൻവയോൺമെൻറ്റ് ചേഞ്ചസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ഡൈനാമിക് ഫംഗ്ഷനാണ്.
മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫോഴ്സാണ്. അതായത് അതിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് സീൻ ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. സോ മാനേജ്മെൻറ്റ് കനോട്ട് ബി സീൻ ബട്ട് ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് വെൻ ടാർജറ്റ്സ് ആർ അച്ചീവ്ഡ് അക്കോർഡിംഗ് ടു പ്ലാൻ അനുസരിച്ച് ടാർജറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സാണ്. എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ക്യാൻ ബി ഫെൽറ്റ് ഇൻ ദി ഫോം ഓഫ് ഹൈ പ്രോഫിറ്റ്, ഡിസിപ്ലിൻഡ് സ്റ്റാഫ് എക്സെട്ര. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഫീൽ ചെയ്യുക എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ് ബൈ ഹൈ പ്രോഫിറ്റ് ആണെങ്കിൽ, ഡിസിപ്ലിൻഡ് സ്റ്റാഫ് ആണെങ്കിലൊക്കെ നമുക്ക് എഫിഷ്യൻസി, ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷൻ. മാനേജ്മെൻറ്റ് ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. മെയിനായിട്ട് 3 ആക്ടിവിറ്റീസാണ് മാനേജ്മെൻറ്റ് ഉള്ളത്. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. ഓൾ ഓർഗനൈസേഷൻസ് എക്സിസ്റ്റ് ഫോർ ദി പെർഫോമൻസ് ഓഫ് സം വർക്ക്. എല്ലാ ഓർഗനൈസേഷനും എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു വർക്ക് പെർഫോം ചെയ്യാനായിരിക്കും. അതായത് ഒരു ഫാക്ടറിയിലാണെങ്കിൽ അവർക്ക് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, അതേപോലെ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുക. ഇതാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് എന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാ ഓർഗനൈസേഷനും എക്സിസ്റ്റ് ചെയ്യുന്നതൊരു വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്നുള്ള മാനേജ്മെൻറ്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ആർ ദി മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ടു എനി ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്. So, the task of manager is to make people work towards the achievement of organizational goal. അപ്പോൾ ഒരു മാനേജറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു ടാസ്ക്കാണ് എന്ത്? ഗോൾ അച്ചീവ് ചെയ്യുക. അത് പീപ്പിൾസിനെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്തിട്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. എവറി ഓർഗനൈസേഷൻ പ്രൊവൈഡ് സം ബേസിക് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ഓർഡർ ടു സർവൈവ്. അതായത് എല്ലാ ഓർഗനൈസേഷനും എന്തായിരിക്കും? ഒരു ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ സർവൈവലിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ എല്ലാ ഓർഗനൈസേഷനും പ്രൊവൈഡ് ചെയ്യും. ദിസ് റിക്വയർഡ് എ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇൻപുട്ട് മെറ്റീരിയൽ ആൻഡ് ദ ടെക്നോളജി ഇൻ ടു ദ ഡിസൈഡ് ഔട്ട്പുട്ട് ഫോർ കൺസംഷൻ. സോ അവിടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ ഉണ്ടായിരിക്കും. അതായത് ഇൻപുട്ടിനെ മാറ്റും, ഒരുപാട് ടെക്നോളജിക്ക് യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതാണൊരു ഓപ്പറേഷൻസ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ 3 മെയിൻ ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ഇതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. So, objectives എന്ന് വെച്ചാൽ എന്താ? Objectives are ends towards which activities are directed and standards against which actual performance is assessed. അതായത് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലക്ഷ്യം എന്നാണ് പറയുന്നത്. സോ ഇതാണ് എന്ത്? ഒരു ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്തിട്ട് അത് ആ ആക്ടിവിറ്റിനെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടും ആക്ച്വൽ പെർഫോമൻസ് വെച്ചിട്ടും എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ അവിടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? പെർഫോമൻസിനെ അസസ് ചെയ്യുക. സോ മെയിനായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിന് 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എയിം അറ്റ് പ്രോസ്പെരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എയിം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റുമാണ് ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ എയിം ചെയ്യുന്നത്. ഇറ്റ് എയിംസ് അറ്റ് മാക്സിമം റിസൾട്ട് വിത്ത് മിനിമം റിസോഴ്സ്. അതേപോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക? റിസൾട്ട് മാക്സിമൈസ് ചെയ്യുക വിത്ത് മിനിമം റിസോഴ്സ് മിനിമം യൂസ് ചെയ്തിട്ട് കൂടുതൽ റിസൾട്ട് ആണ് അതിൽ പ്രതീക്ഷിക്കുന്നത്. ഏത്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ. ഇനി ദ 3 ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ 3 ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. അപ്പോൾ ഇതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ ഒരു മാനേജർക്ക് ഉണ്ടാവുന്ന 3 ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, സർവൈവൽ. Survival is the basic objective of every organization. It is possible only when it is able to cover its cost and earn profit. സർവൈവൽ ആണ് ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതായത് സർവൈവൽ എപ്പോൾ മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്ന് വെച്ചാൽ കോസ്റ്റ് കവർ ചെയ്യുക. അതായത് പ്രോഫിറ്റ് കിട്ടിയെന്ന് കോസ്റ്റ് കവർ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സർവൈവൽ ഉണ്ടാകുമെന്ന് പറയാം. നെക്സ്റ്റ്, പ്രോഫിറ്റ്.
Management must ensure that the organization makes a decent profit. Profit is essential to cover cost and risk of the business. Profit is the reward for risk bearing. So management എന്തായിരിക്കണം, ഒരു പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കോസ്റ്റ് കവർ ചെയ്യാൻ എന്ത് വേണം, പ്രോഫിറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ റിസ്ക് ഓവർകം ചെയ്യാനും എന്താണ്, പ്രോഫിറ്റ് ആവശ്യമാണ്. സോ പ്രോഫിറ്റ് ഈസ് ദി റിവാർഡ് ഫോർ റിസ്ക് ബിയറിംഗ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഗ്രോത്ത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ് ഗ്രോത്ത്. ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ ഈസ് മെഷേർഡ് ബൈ ദി ഗ്രോത്ത് റേറ്റ് ആൻഡ് ഗ്രോത്ത് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സെയിൽസ്, നമ്പർ ഓഫ് ബ്രാഞ്ചസ്, നമ്പർ ഓഫ് പ്രോഡക്റ്റ്, നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സെട്ര. സോ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ടേംസ് ഓഫ് സെയിൽസ്, നമ്പർ ഓഫ് ബ്രാഞ്ചസ്, നമ്പർ ഓഫ് പ്രോഡക്റ്റ്, എംപ്ലോയീസിൻ്റെ നമ്പേഴ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യുക. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് മെഷർ ചെയ്യാൻ ഗ്രോത്ത് റേറ്റും ആവശ്യമാണ്. അപ്പോൾ ഗ്രോത്ത് എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ ടേംസ് ഓഫ് സെയിൽസ്, നമ്പർ ഓഫ് ബ്രാഞ്ചസ്, നമ്പർ ഓഫ് പ്രോഡക്റ്റ്, നമ്പർ ഓഫ് എംപ്ലോയീസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യുക. അപ്പോൾ ഇതാണ് 3 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഡീൽ വിത്ത് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ടുവാർഡ്സ് ദ സൊസൈറ്റി. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഈ സോഷ്യൽ ഒബ്ജക്റ്റീവ് ഡീൽ ചെയ്യുന്നത്. ഇനി ഒരു ഓർഗനൈസേഷൻ്റെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സപ്ലൈ ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ്, അതായത് ഹോണസ്റ്റ് പ്രൈസിൽ ക്വാളിറ്റി ഗുഡ്സ് സപ്ലൈ ചെയ്യാം. ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. യൂസിങ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കണം, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, പേ റീസണബിൾ വേജസ് ടു വർക്കേഴ്സിന് എന്ത് ചെയ്യുക, ഫെയർ ആയിട്ടുള്ളൊരു വേജസ് കൊടുക്കാം. പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു സൊസൈറ്റിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. എൻഷുർ ഡീസൻറ്റ് റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കുക. ഇതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന പോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷനിൽ പേഴ്സൺസിനും ഉണ്ടായിരിക്കും ഒരുപാട് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഓർഗനൈസേഷൻ എന്തായിരിക്കണം, പേഴ്സൺസിനെയും കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, അതായത് ഫെയർ റെമ്യൂണറേഷൻ ഫോർ വർക്ക് പെർഫോംഡ്, അവർ പെർഫോം ചെയ്ത വർക്കിന് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക പീപ്പിൾസിന്. നെക്സ്റ്റ്, റീസണബിൾ വർക്കിംഗ് കണ്ടീഷൻ. വർക്കിംഗ് കണ്ടീഷൻ എന്തായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കണം. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ ഗ്രോത്ത്. അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അതേപോലെ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സൊക്കെ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, റീസണബിൾ സെക്യൂരിറ്റി ഓഫ് സർവീസ്, അവരുടെ സർവീസിനൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന പോയിൻറ്റുകൾ. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റ് ഒരു സ്മോൾ ഡെഫിനേഷൻ, അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, പിന്നെ എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി എന്നാണ് ചെറിയൊരു പോയിൻറ്റ്. നെക്സ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. താങ്ക് യു.